ചൂട് കൂടിയതോടെ മത്സ്യലഭ്യതയും കുറഞ്ഞിരിക്കുകയാണ്, ഒപ്പം വില കൂടുകയും ചെയ്തു. കോഴിക്കോടിന്റെ ഉൾപ്രദേശങ്ങളിൽ പലയിടത്തും ഇപ്പോൾ മീൻ കിട്ടാക്കനിയാണ്. ചൂട് കൂടിയതോടെ മത്സ്യങ്ങൾ കൂട്ടമായി ആഴക്കടലിലേക്ക് ഉൾവലിയുന്നതാണ് പ്രധാന പ്രശ്നം. ചൂട് കൂടിയതോടെ മത്സ്യത്തിനും പൊള്ളുന്ന വിലയാണ്. ക്ഷാമവും തുടങ്ങി. 20-30 മത്സ്യത്തൊഴിലാളികളുമായി പോകുന്ന ബോട്ടുകൾക്ക് പോലും ചിലവിനുള്ള മത്സ്യം പോലും ലഭിക്കുന്നില്ല. ഇതോടെ പലരും മീൻപിടുത്തം നിർത്തി. കടൽ ചൂടായതാണ് മത്സ്യങ്ങൾ തീരം വിടാനുള്ള പ്രധാന കാരണം. ചൂട് കാരണം തീരെ പണിയില്ലെന്ന് തന്നെ പറയാം. വളരെ മോശപ്പെട്ട രീതിയിലാണ് മത്സ്യബന്ധനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. പോണ ചെലവ് വരെ വെള്ളക്കാർക്ക് കിട്ടുന്നില്ല. വളരെ പ്രയാസത്തിലേക്കുള്ള പോക്കാണ് മത്സ്യത്തൊഴിലാളികളെ പോക്ക്. പിന്നെ മനുഷ്യനെ ഇവിടെ നിൽക്കാൻ കഴിയില്ല, പിന്നെ എങ്ങനെ മീൻ നിൽക്കും? മത്സ്യം ലഭിക്കാതായതോടെ വലിയ വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത്. മത്തിക്ക് കിലോയ്ക്ക് 200 മുതൽ 250 രൂപ വരെയാണ് വില. അയല 300, അയക്കൂറ 1500, നെയ്മീൻ 600, ചെമ്മീൻ 300, കടുക്ക 300 എന്നിങ്ങനെയാണ് വിപണി വില. മീൻ ഇവിടെ മലയാളിമാർ ലൈലം വിളിച്ച് കൊണ്ടുവരണതാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഓല് പറഞ്ഞ വിലക്ക് നമ്മൾ വാങ്ങും. അതിൽ കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ വെക്കും. തോന വന്നാൽ വില കുറയും. കുറച്ചാണെങ്കിൽ അത് കുറച്ചിനെ പിടിക്കാനായിട്ട് പോവുക, പെട്രോളും കത്തിച്ചിട്ട് ഡീസലൊക്കെ ആയിട്ട് പുറങ്ങളോളം പുറത്ത് പോയിട്ട് വരിക. അപ്പോൾ കുറച്ച് മീനാകുമ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങി വെക്കും. ബേപ്പൂർ, പുതിയാപ്പ, കൊയിലാണ്ടി, ചോമ്പാല ഹാർബറുകളിൽ നിന്നുമാണ് ജില്ലയിലെ ഉൾപ്രദേശങ്ങളിലേക്കടക്കം മീൻ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത്. ഹാർബറുകളിൽ നിന്നും മീൻ പിടിക്കാനായി പോകുന്ന ബോട്ടുകളുടെ എണ്ണം കുറഞ്ഞതോടെ ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട മീൻകടകൾ പലതും ഇപ്പോൾ തുറക്കാറുമില്ല. ഗ്യാസ് പ്രതിസന്ധിക്കൊപ്പം മീൻ വില കൂടിയത് ഹോട്ടൽ മേഖലയിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.